ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫ്രണ്ട്സ്, ഞാൻ എന്ന് വെച്ചുള്ളത് നിങ്ങൾക്ക് ഈ വീട്ടിനെ ഗാർഡൻ എന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഗൈസ്, ഫസ്റ്റത്തെ ചെടി ഇതാണ്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല, പക്ഷേ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിനെ വീഡിയോയിൽ ഉൾപ്പെടുത്തി. ഗൈസ്, രണ്ടാമത്തെ ചെടി ഇതാണ്. ഇതിൻ്റെ പേര് നാലുമണിപ്പൂ എന്നാണോ? ആയിരിക്കണം. അപ്പം എന്തായാലും ഇതിനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, നമ്മളിതിനെയും വീഡിയോയിൽ ഉൾപ്പെടുത്തി. മൂന്നാമത്തെ ചെടി ഇതാണ്. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ നാലാമത്തെ ചെടി ഇതാണ്. നല്ല രസമുണ്ട്, പക്ഷേ എൻ്റെ പേര് എനിക്കറിയത്തില്ല. ഈ വീട് മൊത്തം ഈ പൂവാണുള്ളത്. ഈ പൂവിൻ്റെ പേര് എനിക്കറിയത്തില്ല. അപ്പം ഈ വീട്ടിലുള്ള പകുതിയോളം പൂക്കളുടെ പേര് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇത് വാടാമുല്ലയാണെന്ന് എനിക്കറിയാം. നമ്മൾ നേരത്തെ കണ്ട ചെടിയാണിത്. ഈ ചെടി മാത്രമേ ഉള്ളൂ ഈ വീട്ടിലെ. കാര്യം ഏറ്റവും കൂടുതൽ ഈ ചെടിയാണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഞാനിപ്പോൾ സൂം ചെയ്യുന്നത് വാടാമുല്ലയാണ്. നേരത്തെ കണ്ട വാടാമുല്ലയിൽ തന്നെയാണ് ഞാനിപ്പോൾ സൂം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ട ചെടി ഇതാ അടക്കുന്നു. ഈ ചെടിയുടെ പേര് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്നാലും കമൻറ്റ് ചെയ്യണം. തെച്ചി പോലത്തെ ഏതോ ഒരു ചെടിയാണിത്. ഈ പൂ കാണാനും നല്ല രസമുണ്ട്. ഇത് പാൽസമാണ്. ഇതിൻ്റെ പേര് എനിക്കറിയാം. ഇത് നല്ലപോലെ പൂത്ത് നിന്നുകൊണ്ട് ഇതിനെയും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി. അടുത്തത് ഇതാണ്. ഇത് റോസാണ്, പക്ഷേ ഇത് പൂത്തില്ല. ഇതിനെ മാത്രം എന്തിനാണ് ഒഴിവാക്കുന്നത്, അതുകൊണ്ട് ഇതിനെടുത്തു. ഇത് ഓർക്കിഡാണ്. ഇതിൽ ഒരെണ്ണം പൂത്തു, പക്ഷേ ഇങ്ങനെ ഉണങ്ങിയ ഒരവസ്ഥയായിരുന്നു. എന്തൊക്കെയാലും ഇതിനെ സ്കിപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ എടുത്തു. അടുത്ത ചെടി ഇതാണ്. ഇത് നല്ല രസമുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ്, പക്ഷേ ഇതിൻ്റെ പേര് മാത്രം എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഇലയും പൂവും ഭയങ്കര രസമാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അടുത്തത് ഇതാണ്. ഇത് റോസാണ്, പക്ഷേ ഇത് മൊത്തത്തിൽ ഉണങ്ങിപ്പോയി. ഈ വീഡിയോ എടുത്ത സമയത്താണ് ഞാൻ ഇതിൽ മൊട്ട് ഉണ്ടെന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചത്. അപ്പം നല്ല കാര്യം. ഇത് നോക്കേണ്ടതൊരു പൂവല്ല, ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇതേവരെ എടുത്തപ്പോഴത്തേക്കും എന്തോ ഒരു ലാഗ് പോലെയായി. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഗേസ്, നമ്മൾ നേരത്തെ കണ്ട ചെടി തന്നെ പിന്നെയും വരുന്നു ഗേസ്. അപ്പം ഈ പൂ എനിക്കിഷ്ടമാണ്. ഈ പൂ മാത്രമേ ഉള്ളൂ എന്നതാണ് സത്യം. ഇത് പിന്നെ താമരയാണ്. ഇത് നെറ്റച്ചെടി. ഇത് സീനിയ. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല, ഇതും അറിയത്തില്ല. പിന്നെ ഇത് വാടാമുല്ലയാണ്. ഇത് ഗോൾഡൻ ഡാലിയയാണ്. അപ്പം ഇത് നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഗൈസ്, ഇതെൻ്റെ വീട്ടിലെ പൂച്ചയാണ്. ഇതിൻ്റെ പേര്, ഞാൻ ഇട്ടിരിക്കുന്ന പേര് പപ്പു എന്നാണ്, പക്ഷേ ഇതിൻ്റെ എല്ലാവരും കൂടെ ഇട്ടിരിക്കുന്ന പേര് കോരി എന്നാണ്. എന്താണെന്നറിയത്തില്ല ഗൈസ്. ഇപ്പം ഇത് ഭയങ്കര ഉറക്കമായിരുന്നു, ഇതിനെ തട്ടി ഉണർത്തി ഞാൻ എൻ്റെ വീഡിയോയ്ക്കായിട്ട് ഇന്നെ വിളിച്ചുണർത്തിയതാണ്. അപ്പം എന്താണെന്നറിയാതെ ഈ പൂച്ച എത്തി നോക്കുന്നു ഗൈസ്. അപ്പം നമുക്ക് ചെടികൾ നോക്കാം. ഫസ്റ്റ് തന്നെ മാവാണ്. ഇതിൽ നല്ലപോലെ മാങ്ങ ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിതിനെ വീഡിയോ ഉൾപ്പെടുത്തി. ഇത് ചാമ്പയ്ക്കാണ്. പക്ഷേ ഒരുപാടൊന്നും ആയില്ല, എന്തിനാണ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത്, അതിനെയും ഉൾപ്പെടുത്തി. അപ്പം കുറച്ചേ ഉള്ളായിരുന്നു. പിന്നെ ഇതും എനിക്ക് പേരറിയാത്തൊരു പൂവായിരുന്നു. എന്താണെന്ന് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇത് രാവിലെ മാത്രം പൂക്കുന്നൊരു പൂവാണ്. ഇതിൻ്റെ എനിക്കറിയത്തില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. അപ്പം നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം ഇതാണ് ആ പൂവ്. അടുത്തത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തിയുടെ താഴെ നമ്മൾ നേരത്തെ കണ്ട ചെടിയുണ്ട്. ഇത് 2 പൂക്കളായിട്ട് പൂത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇത് ഈ വീട്ടിലെ 2-3 ഭാഗങ്ങളിലുണ്ട്. പിന്നെ ഇത് ബോഗൺവില്ലയാണ്, കടലാസ് പൂവ് അതല്ലേ. അപ്പം അത് മരത്തിലായിരുന്നു ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ സൂം ചെയ്ത് ഷേക്ക് ഒരുപാട് വരുന്നത്. പിന്നെ ഇത് വീട്ടിൻ്റെ ബാക്കിലുള്ള ചെടികളാണ്. ഇതിൻ്റെ ഒന്നിൻ്റെ എനിക്കറിയത്തില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. അപ്പം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് നമ്മൾ ഇന്നലെ കണ്ട മറ്റേ പിങ്ക് പൂവ് പോലത്തെ പൂവാണ്. ഇത് നല്ല രസമുണ്ട് കാണാൻ. അപ്പം തെച്ചി പോലത്തെ പൂവാണ്. ഇത് തെച്ചിയാണ്. പിന്നെ ഇത് ശംഖുപുഷ്പമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.